ഗുരുവായൂരപ്പ. നമ്മൾ ഇന്ന് പറയുന്നത് ഗുരുവായൂരിലെ അത്തിമര ഗണപതി അഥവാ വനഗണപതി. ആ ക്ഷേത്രത്തിൻ്റെ, അതായത് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്നവർ അവിടെ ക്ഷേത്ര മതിലിന് പുറത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായി ദേവസ്വം ഓഫീസിന് സമീപത്തായി തുറസ്സമായ സന്നിധിയിൽ അനുഗ്രഹം ചൊരിയുന്ന ചൈതന്യമൂർത്തിയായ ഗണപതി ഭഗവാനെ പ്രത്യേകം തൊഴുത് പ്രാർത്ഥിക്കേണ്ടതാണ്. അതായത് ദേവസ്വം മ്യൂസിയത്തിന് തൊട്ടടുത്ത്, മ്യൂസിയത്തിലും ധാരാളം കാഴ്ചകൾ കാണാം, പഴയ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതുപോലെ തന്നെ ഗണേശനെ കാണുക. ഗണേശൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ അത്തിമരത്തിൽ സ്വയംഭൂവായിട്ട് ഉണ്ടായ ഗണപതിയാണ്. അപ്പോൾ അതിന് ശക്തി കൂടും. അതാണ് ഏറ്റവും പ്രാധാന്യം. ഈ ഗണപതി ശരിക്കും വിഘ്നങ്ങൾ മാറ്റാൻ മാത്രമല്ല, ഭക്തൻ്റെ ഗൃഹദോഷങ്ങൾക്കും ശമനമേകുന്നു. പ്രത്യേകിച്ച് ജാതകത്തിൽ കേതുദോഷമുള്ളവരൊക്കെ ഈ ഗണപതിക്ക് വഴിപാട് നടത്തി പ്രാർത്ഥിച്ച ഫലം സുനിശ്ചിതമാണെന്ന് അനുഭവസ്ഥരൊക്കെ പറയുന്നു. മേൽക്കൂരയില്ലാത്ത തുറന്ന പ്രദേശത്താണ് അത്തിമര ചുവട്ടിലായിട്ടാണ് ഈ ഗണപതി സന്നിധി. ശരിക്കും വേറൊന്നും കൂടി ഉത്തര നക്ഷത്രക്കാരായ ഭക്തർക്ക് പ്രത്യേകം വണങ്ങാൻ പറ്റുന്ന ആ ഒരു ദൈവ സന്നിധിയാണ്. കാരണം അത്തിമരം ഉത്തര നക്ഷത്രത്തിൻ്റെ വൃക്ഷമായ അത്തിയുടെ ചുവട്ടിലാണ് ഗണപതി കിഴക്കോട്ട് അഭിമുഖമായിട്ട് അനുഗ്രഹം വർഷിക്കുന്നത് എന്നത് തന്നെയാണ് അതിൻ്റെ കാരുണ്യമൂർത്തിയായിട്ട്, ഏറ്റവും പറഞ്ഞാൽ എളിയവനായിട്ട് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി തന്നെ വസിക്കുന്ന, കുടികൊള്ളുന്ന ആ അത്തിമര ഗണപതി എന്ന് പറഞ്ഞാൽ ഓം ഗം ഗണപതയേ നമ എന്നുള്ള മന്ത്രം മാത്രം ജപിച്ചാൽ മതി എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, നമുക്ക് തന്നെ നേരിട്ട് അവിടുന്ന് നാളികേരം വാങ്ങിയിട്ട് ഉടയ്ക്കാം എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അതുപോലെ കറുകമാല, ചെത്തി, തുളസിമാലകളൊക്കെ അണിയിക്കാം. വിളക്കിന് എണ്ണ വഴിപാടൊക്കെ നൽകാം. അവിൽ നിവേദ്യം എല്ലാം കൂടി ചേർത്ത് പ്രാർത്ഥിച്ചാൽ ദോഷങ്ങളൊക്കെ ശമിച്ച് സൽഫലങ്ങൾ കൂടുതലാകുന്നു എന്നൊക്കെയാണ് അനുഭവസ്ഥരുടെ ഭാഷ്യം. നാലമ്പലത്തിനുള്ളിൽ ഗണപതി ഉണ്ടെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇവിടെ എളിയവനായിട്ട് വിളങ്ങുന്ന ഈ അത്തിമര ഗണപതിക്കാണെന്നുള്ളതാണ് ഒരു പ്രത്യേകത. നമ്മൾ നിത്യവും വണങ്ങുന്നു, അതുപോലെ പറയുന്നു. അപ്പോൾ എങ്കിലും ഇപ്പോഴും അത് അറിയാത്ത ആളുകൾ ധാരാളമുണ്ട്. അപ്പോൾ അവരൊക്കെ ഗുരുവായൂർ വരുമ്പോൾ ഈ അത്തിമര ഗണപതി ക്ഷേത്രത്തിലും കൂടി വന്ന് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. അത് ഏറ്റവും ഗുണകരമാണ്. അതാണ് ഈ സാക്ഷ്യപ്പെടുത്തലുകളൊക്കെ ഉള്ളത്. ഒരുപാട് പേര് പറഞ്ഞ അറിവുകളാണത്. അപ്പോൾ എല്ലാവർക്കും ആ അത്തിമര ഗണപതിയുടെ അനുഗ്രഹം കൂടി കിട്ടട്ടെ. നാളികേരം വാങ്ങാനൊക്കെ അവിടെ തൊട്ടടുത്ത് തന്നെ ദേവസ്വത്തിൻ്റെ സ്റ്റാളുണ്ട്, അതിൽ നാളികേരമൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.